Welcome back to the final part of Unit 1 Introduction to Human Resource Management. കഴിഞ്ഞ 3 വീഡിയോസിൽ നമ്മൾ HRMൻ്റെ ഓരോ ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. സോ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ മസ്റ്റായി അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. സോ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1ലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റോൾസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. Roles of Human Resource Manager. Scenario: Ravi was seen handling many tasks, that is, giving instruction to staff, fixing office issues, handling legal problems. His friend Asar, who thought HR only hires people, was surprised to see the wide range of responsibilities Ravi had. This scenario highlights the multiple roles an HR manager പ്ലേസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. സോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സിനാരിയോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ രവി ആൻഡ് അസർ രണ്ട് ഫ്രണ്ട്സിൻ്റെ സീനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രവി ഒരു HR മാനേജറും അസർ ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടറുമാണ്. സോ രണ്ടുപേരും വൺ ഡേ ഒരു മൂവിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു. ആൻഡ് അസർ രവിയെ പിക്ക് ചെയ്യാൻ ഓഫീസിലേക്ക് വരുന്നു. രവിയെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ രവി ഒരുപാടധികം ടാസ്ക് ഹാൻഡിൽ ചെയ്യുന്നത് അസർ നോട്ടീസ് ചെയ്തു. അതായത് സ്റ്റാഫ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഓഫീസ് ഇഷ്യൂസ് ഫിക്സ് ചെയ്യുന്നു, ലീഗൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്നു. അസർ വിചാരിച്ചത് HR എന്നാൽ ജസ്റ്റ് ഹയറിങ് മാത്രമാണെന്നാണ്. സോ ഇത്രയധികം ഡ്യൂട്ടീസ് കണ്ടപ്പോൾ ഹി വാസ് സർപ്രൈസ്ഡ്. സോ ഈ ഒരു സീനിൽ എന്താ ഹൈലൈറ്റ് ചെയ്യുന്നത്? അതായത് ഒരു HR ഒരു ഓർഗനൈസേഷനിൽ ഒരുപാടധികം ഒരു HRന് ഒരു ഓർഗനൈസേഷനിൽ ഒരുപാടധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? സോ നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. റോൾസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. ദ HR മാനേജർ ഈസ് എ കീ പേഴ്സൺ ഇൻ എനി ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ ഹാൻഡ്ലിംഗ് ഓൾ എംപ്ലോയി റിലേറ്റഡ് മാറ്റേഴ്സ്. HR managers are responsible for various duties beyond recruitment, such as maintenance, coordination, legal issues, and overall employee well-being. People are the most important asset of an organization. Since they are from different backgrounds, it is difficult to keep everyone happy. The satisfaction and well-being of employees are necessary to ensure the productivity of an organization. Contrary to the general thought, the role of HR manager is not just confined to the hiring process alone. They ensure the organization is well connected and harmonious. So that means ഏതൊരു ഓർഗനൈസേഷനിലെയും ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണ് HR. ബിക്കോസ് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയി റിലേറ്റഡ് മാറ്റേഴ്സും ഹാൻഡിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി HRൻ്റെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു HR മാനേജറിൻ്റെ ജോബ് ഒരു ഓർഗനൈസേഷനിൽ വളരെ ചലഞ്ചിങ് ആവുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അസറ്റ് എന്നത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തന്നെയാണ്. ഓരോ എംപ്ലോയീസും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും ഒരുപോലെ സാറ്റിസ്ഫൈ ആക്കുന്നതും ടാസ്ക്കാണ്. പക്ഷേ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്നത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ സക്സസ് ആവണമെങ്കിൽ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആവശ്യമാണ്. ഇതൊക്കെ ഒരു HRൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ HR വളരെ കോമൺ ആയിട്ടുള്ളൊരു റോങ് ആയിട്ടുള്ളൊരു കൺസെപ്ഷനാണ് HR എന്നാൽ ജസ്റ്റ് ഹയറിങ് മാത്രമാണെന്നുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷനാണ്. ജസ്റ്റ് HR മീൻസ് റിക്രൂട്ട്മെൻറ്റ് മാത്രം, ഹയറിങ് മാത്രം കണ്ടക്ട് ചെയ്യുക. ബട്ട് അങ്ങനെയല്ല. HR എന്നത് ഒരു കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും അതുപോലെ തന്നെ ഒരുപാട് അധികം വൈഡ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോബ് റോളാണ് HR എന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഹാർമണി മീൻസ് യൂണിറ്റി ആൻഡ് കോർഡിനേഷൻ കീപ്പ് ചെയ്യേണ്ടത് ഒരു HRൻ്റെ ഡ്യൂട്ടിയാണ്. സോ നമുക്കിനി ഇവിടെ എന്തൊക്കെയാണ് HR മാനേജറിൻ്റെ ഇമ്പോർട്ടൻറ്റ് റോൾസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. മെയിൻ റോൾസ് ഓഫ് HR മാനേജർ.
അഡ്മിനിസ്ട്രേറ്റീവ് റോൾ, ഓപ്പറേഷണൽ റോൾ, സ്ട്രാറ്റജിക് റോൾ. എച്ച് ആറിൻ്റെ മേജർ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ റോൾസിനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾ, ഓപ്പറേഷണൽ റോൾ ആൻഡ് സ്ട്രാറ്റജിക് റോൾ. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് ഒരു പോയിന്റ് കൂടി. അക്കോർഡിംഗ് ടു R.L. Mathis and J.H. Jackson, the HR manager's role varies depending on the company's needs and management. അതായത് അക്കോർഡിംഗ് ടു R.L. Mathis and J.H. Jackson, ഒരു HR മാനേജറിൻ്റെ റോൾ എന്നത് കമ്പനിയുടെ ആവശ്യങ്ങളും HR-നെ കുറിച്ചുള്ള മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ആൻഡ് സ്കിൽസും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത് ഇവിടെ. നമുക്കിനി ഓരോ റോൾസ് ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, അഡ്മിനിസ്ട്രേറ്റീവ് റോൾ. Administrative role of HR manager. The administrative role involves supporting the top management in running the company smoothly. This includes creating rules, managing records, and assisting other department heads. ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ആവശ്യമായ വാരിയസ് പ്രോസസ്സിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുക. ഇത് നോർമലി കൺട്രോൾ ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. ഒരു ബിസിനസ് എഫിഷ്യൻ്റായി റണ്ണ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഒരു HR-ൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾ. നമുക്ക് കീ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ഓഫ് HR മാനേജർ ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ദി ഫോളോയിങ് സബ് റോൾസ്. ഫസ്റ്റ് വൺ, പോളിസി മേക്കർ. HR helps top management create policies related to employees. Example, deciding bonus policies for festive seasons. Policies means ഒരു കമ്പനി ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് ആണ്. HR എങ്ങനെയാണ് ഒരു പോളിസി മേക്കർ ആവുന്നത്? അതായത് എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്യുന്ന ഏതൊരു പോളിസീസും ക്രിയേറ്റ് ചെയ്യുന്നത് HR മാനേജ്മെൻറ്റും ഒരുമിച്ച് ഡിസൈഡ് ചെയ്തുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി എംപ്ലോയീസിന് ബോണസ് കൊടുക്കാൻ ഡിസൈഡ് ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്യുന്ന പോളിസീസ് HR മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പേർട്ട്. മാനേജേഴ്സ് എംപ്ലോയി റെക്കോർഡ്സ്, ലീവ് ഇഷ്യൂസ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് എംപ്ലോയി ബെനിഫിറ്റ്സ് ലൈക്ക് child care, gym access, etc. Example, arranging transport during a strike is a HR responsibility. എംപ്ലോയി റെക്കോർഡ് സൂക്ഷിക്കുക, ലീവ് മാനേജ് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് ടാസ്ക് HR ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു സ്ട്രൈക്ക് ഡേ എംപ്ലോയീസിന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി HR-നാണ്. വൈ? ബിക്കോസ് ഒരു ദിവസം എംപ്ലോയീസിൻ്റെ ആബ്സെൻസ് ഉണ്ടായാൽ അത് കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷനെ ബാധിക്കും. ദാറ്റ് മീൻസ് എംപ്ലോയി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടത് HR തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് HR അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പേർട്ട് റോൾ പ്ലേ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ്, അഡ്വൈസർ. HR managers guide line managers, that is department heads, in handling training, grievances and disputes. Example, HR helps a marketing manager train a new sales executive who lacks confidence. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സിനെയാണ് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുക. അവർക്ക് കീഴിൽ കുറേയധികം എംപ്ലോയീസും ഉണ്ടാവും. ഒരു ടീം ഓഫ് എംപ്ലോയീസിനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അതതായിട്ടുള്ള മാനേജേഴ്സ് ഉണ്ടാവും. അവരെയാണ് നമ്മൾ ലൈൻ മാനേജേഴ്സ് എന്ന് പറയുക. ഒരു HR മാനേജർ മാനേജേഴ്സിന് എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ അഡ്വൈസസ് കൊടുക്കുന്നു. അതായത് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം, പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം, എംപ്ലോയീസിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം.
ഫോർ എക്സാമ്പിൾ, ന്യൂലി ഹയർ ചെയ്ത ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് തനിക്ക് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ കോൺഫിഡൻസ് കുറവാണ് എന്നുള്ള പ്രോബ്ലം HR മാനേജറിനോട് ഷെയർ ചെയ്യുകയും HR മാനേജർ അത് മാർക്കറ്റിംഗ് മാനേജറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ട്രെയിനിങ് കൊടുക്കാൻ അഡ്വൈസ് കൊടുക്കുന്നു. സോ ഇവിടെ HR ഒരു അഡ്വൈസറായി ആക്ട് ചെയ്യുന്നു അല്ലേ, ബൈ ഹെൽപ്പിംഗ് ദ മാർക്കറ്റിംഗ് മാനേജർ ടു ട്രെയിൻ ദ ന്യൂ എംപ്ലോയർ. നെക്സ്റ്റ് പോയിന്റ്, കൗൺസിലർ. HR ഗൈഡ്സ് എംപ്ലോയീസ് ത്രൂ personal or work-related problems, example, family issues. This mental support helps improve their performance and morale. See, ഒരു HR മാനേജർ എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ്, അത് വർക്ക് റിലേറ്റഡ് ആയാലും പേഴ്സണൽ ലൈഫ് ഇഷ്യൂസ് ആണെങ്കിലും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവരെ മെൻ്റലി ആൻഡ് ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നു. ബിക്കോസ് ഒരു എംപ്ലോയി മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യും, കമ്പനിയുടെ ഓപ്പറേഷണൽ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യും. സോ അവിടെ HR മാനേജർ ഒരു കൗൺസിലറായി ആക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, വെൽഫെയർ ഓഫീസർ. എൻഷുവേഴ്സ് എംപ്ലോയി ഹെൽത്ത്, comfort and happiness by managing welfare activities like lighting and ventilation, cleaning and recreational facilities, health care and canteen services. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഹെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് കംഫർട്ടൊക്കെ എൻഷുർ ചെയ്യേണ്ടത് ഒരു HR ഡ്യൂട്ടിയാണ്. ദാറ്റ് ഈസ് പ്രോപ്പർ ലൈറ്റിംഗ്, വെന്റിലേഷൻ, ക്യാൻറ്റീനൊക്കെ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ലീഗൽ അഡ്വൈസർ. HR deals with disputes, grievances and disciplinary issues by working closely with top management and if needed with the company lawyers. That means HR എങ്ങനെ ഒരു ലീഗൽ അഡ്വൈസറായി ആക്ട് ചെയ്യുക, ഒരു കമ്പനിയിലുണ്ടാവുന്ന പ്രോബ്ലംസ്, കംപ്ലയിൻറ്റ്സ്, ഡിസിപ്ലിനറി ഇഷ്യൂസ് ഇതൊക്കെ മുന്നിൽ നിന്ന് സോൾവ് ചെയ്യേണ്ടത് HR മാനേജറിൻ്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. എന്നാൽ ഒരു പ്രോബ്ലം കമ്പനിക്കുള്ളിൽ നിൽക്കാതെ ലീഗൽ ഇഷ്യൂസിലേക്ക് പോയാൽ HR മാനേജർ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറുമായി കൂടിച്ചേർന്നുകൊണ്ട് ലീഗലി ആ ഇഷ്യൂ പരിഹരിക്കാൻ ശ്രമിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഓപ്പറേഷണൽ റോൾ ഓഫ് HR മാനേജർ. The operational role of an HR manager focuses on applying the best business practices to ensure maximum efficiency and effectiveness in using company resources like men, materials, money and machinery. Among these, human resources are most important because they manage and operate all other resources. ഓപ്പറേഷണൽ റോൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിൻ്റെ റിസോഴ്സസ് ഏറ്റവും എഫക്റ്റീവായി യൂസ് ചെയ്യാൻ ഫോളോ ചെയ്യുന്ന ബെസ്റ്റ് പ്രാക്ടീസസിനെയാണ് ഓപ്പറേഷണൽ റോൾ എന്ന് പറയാം. മെറ്റീരിയൽസ്, മെഷീനറി, മണി, മെൻ ഇതൊക്കെയാണ് റിസോഴ്സസ്. ഇതിൽ ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് മറ്റ് റിസോഴ്സ് എല്ലാം മാനേജ് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഹയറിംഗ് എൻ എഫിഷ്യൻറ്റ് എംപ്ലോയി ഹെൽപ്സ് reduce material wastage, complete tasks faster, free up machines for other tasks, ultimately lower production cost. Proper employee management leads to smoother operations and cost efficiency. For example, ഒരു കമ്പനിയിൽ വളരെ എഫിഷ്യൻ്റായ ഒരു എംപ്ലോയിയെ ഒരു പെർട്ടിക്കുലർ ജോബിലേക്ക് ഹയർ ചെയ്തു. അത്രയും സ്യൂട്ടബിൾ ആയൊരു എംപ്ലോയിയെ ഹയർ ചെയ്യുന്നതിലൂടെ മെറ്റീരിയൽ വേസ്റ്റേജ് കുറയ്ക്കുകയും ഓരോ ടാസ്കും ഫാസ്റ്റായി കംപ്ലീറ്റ് ആക്കുകയും അതുകൊണ്ട് തന്നെ മെഷീൻസ് നമുക്ക് മറ്റ് ടാസ്കുകൾക്ക് യൂസ് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ നമ്മുടെ കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ്, അതായത് ഓവറോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഒരു നല്ല എംപ്ലോയിയെ ഹയർ ചെയ്യുന്നതിലൂടെ കമ്പനി റിസോഴ്സസ് വളരെ എഫിഷ്യൻ്റായി യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പ്രോപ്പർ എംപ്ലോയി മാനേജ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഓപ്പറേഷണൽ റോൾസ് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം.
First point, recruiter. HR managers are responsible for finding the right employee for the right job at the right cost. The hiring should be efficient and cost effective without putting a financial burden on the organization. For example, like selecting a multi-talented IPL player, HR should find a versatile and cost-efficient employee. ഓരോ ജോബ് പെർഫോം ചെയ്യാൻ റൈറ്റ് എംപ്ലോയീസിനെ കണ്ടെത്തുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു HR മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഓരോ ജോബിനും റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കറക്റ്റ് ടൈമിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നത്. അതുമാത്രമല്ല, ഹയറിംഗ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. കമ്പനിക്ക് ഹയറിംഗ് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആകരുത്. ദാറ്റ് മീൻസ് ഒരു പൊസിഷനിലേക്ക് ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ എംപ്ലോയി മൾട്ടി ടാലൻറ്റഡ് ആയിരിക്കണം. അത്യാവശ്യം എല്ലാ ടാസ്കും പെർഫോം ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കണം. അല്ലെങ്കിൽ കമ്പനിക്ക് ഹയറിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഒരു IPL ടീമിലേക്ക് മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറിനെ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം ഒരു HR മാനേജർ ചൂസ് ചെയ്യാൻ. നെക്സ്റ്റ് പോയിന്റ്, ട്രെയിനർ. ഒരു HR എങ്ങനെയാണ് ഒരു ട്രെയിനറായി ആക്ട് ചെയ്യുക? HR ഐഡൻറ്റിഫൈസ് employees who need training, monitors them and arranges effective training programs to improve their performance. That means ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക. അതായത് ഓരോ ടാസ്കും എത്രത്തോളം ഭംഗിയായി കൃത്യമായി ഓരോ എംപ്ലോയീസും പെർഫോം ചെയ്യുന്നുണ്ട്, അവരെ മോണിറ്റർ ചെയ്യുക. അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ആർക്കൊക്കെയാണ് ട്രെയിനിങ് വേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രെയിനിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യേണ്ടത് ഒരു HR മാനേജറിൻ്റെ ഡ്യൂട്ടിയാണ്. ഇതിലൂടെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, liaison officer. HR acts as a communication link between different departments by sharing necessary information, ensuring smooth coordination, and helping the organization function as a single unit. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സണെയാണ് ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഡിസൈൻ, പ്രൊഡക്ഷൻ, ഇതെല്ലാം ഡിഫറെൻ്റ് വർക്ക് ചെയ്യുന്ന സെക്ഷൻസ് ആണെങ്കിലും എല്ലാത്തിലും കോമൺ ഫാക്ടേഴ്സാണ് എംപ്ലോയീസ്. അതുകൊണ്ട് തന്നെ ഒരു HR-ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി കണക്ഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ HR ആയിരിക്കും ഷെയർ ചെയ്യുക. ഇവിടെയാണ് ഒരു HR ഒരു ലൈസൺ ഓഫീസർ അല്ലെങ്കിൽ ഒരു മിഡിൽ പേഴ്സണായി ആക്ട് ചെയ്യുക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആണ് ഒരു കമ്പനി ഫുള്ളി വൺ യൂണിറ്റായി റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മീഡിയേറ്റർ. HR helps resolve disputes and conflicts within the organization by acting as an impartial intermediary familiar to both parties involved. ഒരു ഓർഗനൈസേഷനിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ടൈമിൽ ഇതൊക്കെ ഒരു മിഡിൽ പേഴ്സണായി നിന്ന് സോൾവ് ചെയ്യുന്നത് HR മാനേജർ ആയിരിക്കും. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, അതായത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും എല്ലാ ആക്ടിവിറ്റീസിനും കോമൺ ആയിട്ടുള്ള പേഴ്സണാണ് HR. എല്ലാവർക്കും ഫെമിലിയറാണ് HR-നെ അല്ലേ? അതുകൊണ്ട് തന്നെ ഏതൊരു പ്രോബ്ലംസും വളരെ എഫക്റ്റീവായി ഹാൻഡിൽ ചെയ്യാൻ HR തന്നെയാണ് ബെറ്റർ. അതുകൊണ്ടാണ് HR ഒരു മീഡിയേറ്ററായി ഇവിടെ ആക്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, എംപ്ലോയി ചാമ്പ്യൻ. HR represents employees' concerns like bonus dissatisfaction or policy changes to the management and act as their advocate during board meetings. അതായത് എംപ്ലോയീസ് അവരുടെ കൺസേൺസ്, ഇൻട്രസ്റ്റ് ഒക്കെ HR-ലൂടെയാണ് മാനേജ്മെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതുകൊണ്ടാണ് HR എംപ്ലോയീസിൻ്റെ വോയിസ് ആണെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എംപ്ലോയീസിന് ഓർഗനൈസേഷൻ്റെ ബോണസ് പ്ലാൻസിലും പോളിസി ചേഞ്ചസിലും ഒന്നും
അവർ ഹാപ്പി അല്ല എങ്കിൽ ഇത് അവർ HR-നോട് പറയുകയും HR ബോർഡ് മീറ്റിംഗ്സിൽ എംപ്ലോയീസ് കൺസേൺസ് ഒക്കെ മാനേജ്മെൻറ്റിനോട് അവതരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുക HR ഓഫർ ആക്ട്സ് ആസ് ആൻ അഡ്വക്കേറ്റ് ഫോർ എംപ്ലോയീസ്. നെക്സ്റ്റ് റോൾ, strategic roles of HR manager. The strategic role of an HR manager involves long-term planning to help achieve the overall goals of the organization. This role is usually handled by top management, but due to the HR manager's deep knowledge of people and processes, they play a key role too. See, strategic means ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ ഗോൾസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുക. ആ ഒരു പ്ലാനിങ്ങിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുക. ഇത് നോർമലി ഹാൻഡിൽ ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള നോളജ് ഉള്ള ഒരാളുടെ ആവശ്യം ഡിസിഷൻ മേക്കിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ടീമിൽ നല്ല ഡീപ്പ് നോളജ് ഉള്ള ഒരാളുടെ ആവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആണ് HR-ൻ്റെ റോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നെക്സ്റ്റ്, HR-ൻ്റെ 2 സ്ട്രാറ്റജിക് റോൾസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, സ്ട്രാറ്റജിക് പാർട്ട്ണർ. HR managers help in making important decisions like planning for retirements and filling future vacancies, starting succession plans, that is training internal employees to take up key roles. Example, if a senior manager is retiring in 6 months, the HR manager hires a replacement and also trains a junior employee for future promotion. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഗോൾസിനെ അഫക്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കാൻ മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് HR മാനേജേഴ്സാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സീനിയർ മാനേജർ 6 മാസത്തിനുള്ളിൽ റിട്ടയർ ആവും. സോ അതിനു മുൻപേ ആ പൊസിഷൻ ഫില്ല് ചെയ്യാൻ ഒരു സ്കിൽഡ് എംപ്ലോയിക്ക് വേണ്ടി ഹയറിംഗ് നടത്തുകയും അതേ ടൈമിൽ തന്നെ സക്സഷൻ പ്ലാനിംഗ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. സക്സഷൻ പ്ലാനിംഗ് എന്നാൽ ഒരു ഓർഗനൈസേഷനിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് കമ്പനിയിലെ ഫ്യൂച്ചർ ഇമ്പോർട്ടൻറ്റ് റോൾസിലേക്ക് അവരെ ഫിൽ ചെയ്യാൻ കേപ്പബിൾ ആക്കുക. ദാറ്റ് മീൻസ് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. മീൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് വാക്കൻസി കമ്പനിയിൽ വന്നാൽ എക്സ്റ്റേണൽ ഹയറിംഗ് നടത്താതെ തന്നെ നമ്മുടെ കമ്പനിയിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ ഹയർ ചെയ്യുക. അതിനെയാണ് നമ്മൾ സക്സഷൻ പ്ലാനിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് പോയിന്റ്, ചേഞ്ച് ചാമ്പ്യൻ. HR helps the company manage change like mergers or restructuring by educating and supporting employees during change, reducing their fear and helping them adapt smoothly. Example, during a merger, employees fear losing their jobs. HR supports them with information and guidance to reduce anxiety. ഒരു ഓർഗനൈസേഷൻ സർവൈവ് ചെയ്യണമെങ്കിൽ അവിടെ ചേഞ്ചസ് ആവശ്യമാണ്. ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ എല്ലാ എംപ്ലോയീസിനും അത് ഈസി ആയിരിക്കില്ല. സോ HR മാനേജറാണ് എല്ലാ എംപ്ലോയീസിനെയും ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ മെൻ്റലി ആൻഡ് സ്ലോലി അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി മേജർ ഓർ അക്വിസിഷൻ പ്ലാൻ ചെയ്യുന്നു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ വളരെ കോമൺ ആയി എംപ്ലോയീസിനുണ്ടാവുന്ന ടെൻഷനാണ് അവരുടെ ജോബ് നഷ്ടമാവോ അല്ലെങ്കിൽ അവരുടെ ജോബ് പൊസിഷൻസിൽ ചേഞ്ച് ഉണ്ടാവുമോ എന്നത്. സോ എംപ്ലോയീസിൻ്റെ ഇങ്ങനെയുള്ള എല്ലാ ടെൻഷൻസ് ആൻഡ് ഫിയർ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വളരെ സ്മൂത്തായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അഡാപ്റ്റ് ചെയ്യുക എന്നതാണ് HR-ൻ്റെ റോൾ. ഇവിടെ മേജർ മീൻസ് 2 അതിൽ കൂടുതലോ കമ്പനീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പുതിയ കമ്പനിയായി മാറുന്നതിനെയാണ് നമ്മൾ മേജർ എന്ന് പറയുക. അതുപോലെ അക്വിസിഷൻ മീൻസ് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ വാങ്ങിക്കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യുക
അതിനെയാണ് അക്വിസിഷൻ എന്ന് പറയുക. സോ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 1 ലാസ്റ്റ് ടോപ്പിക്കായിരുന്നു റോൾസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അതായത് 3 കാറ്റഗറൈസ് ചെയ്തിരുന്നു: അഡ്മിനിസ്ട്രേറ്റീവ് റോൾ, ഓപ്പറേഷണൽ റോൾ ആൻഡ് സ്ട്രാറ്റജിക് റോൾ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇനി നെക്സ്റ്റ് യൂണിറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.